ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് രണ്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റി സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആംചൂർ പൗഡർ പറാത്തയുടെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംചൂർ പൗഡറിനെ പറ്റിയിട്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രെഡിൻ്റെ സൈഡ്സ് ചേർത്ത് ഒട്ടിക്കാനായിട്ട് ഒരു മൈദ പേസ്റ്റ് റെഡിയാക്കുകയാണ് ഇനി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആക്കി നമുക്കെടുത്ത് മാറ്റി വെക്കണം. ആദ്യം തന്നെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഇതുപോലെ പരത്തി ഒരു തിൻ ഷീറ്റാക്കി ആദ്യം മാറ്റണം. അതിനുശേഷം അതിൻ്റെ സൈഡ്സ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് സമോസ ഷേപ്പിലേക്ക് നമുക്ക് മടക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഈ സൈഡ്സും പയ്യെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ആ പീസിനെ വീണ്ടും 2 ഭാഗമായിട്ട് മാറ്റാം. എന്നിട്ട് ഓരോ പീസും നമുക്ക് സമോസ ഷേപ്പിലേക്ക് മടക്കി വെക്കാം. ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ പയ്യെ മടക്കി വെച്ചിട്ട് അവിടെ മൈദ പേസ്റ്റ് വെച്ചിട്ട് അടുത്ത സൈഡ് അതിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നല്ലോണം സീലായിട്ടുണ്ട് ആ പീസ്. ഇനി ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ മൈദ പേസ്റ്റ് വെച്ചിട്ട് നല്ലോണം സീൽ ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് പുറത്തു പോകാത്ത രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സമോസ ഷേപ്പിൽ കണ്ടോ ബ്രെഡ് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട്. ഇപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോയില്ല. ഇനി ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ ഫില്ലിങ്ങും ഇതുപോലെ ഓരോ ബ്രെഡ് പീസ് വെച്ചിട്ട് സമോസ ഷേപ്പിലേക്ക് മടക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് വറുക്കാനായിട്ട് ഇടാം. അങ്ങനെ ബ്രെഡ് സമോസ ഇനി നമുക്ക് വറുക്കാനായിട്ട് ഇടാം. കണ്ടല്ലോ എല്ലാം ഞാൻ മടക്കി അതേ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. വറുക്കാനായിട്ട് കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുക്കാം. ഇനി ഓരോരോ സമോസകൾ ഇതിലേക്കിട്ട് ബ്രൗൺ നിറാവണ വരെ നല്ലോണം വറുത്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ സ്നാക്ക് ആയിട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതുപോലെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ പുറമേന്ന് നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിലത് നല്ല സോഫ്റ്റുമാണ്. നല്ല കറുമുറയെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ്. ബ്രെഡ് വെച്ച് ഉണ്ടാക്കണതാവുമ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.